പാർട്ടി വിട്ടു പോകുന്നവർ ഉടൻ തന്നെ അടുത്ത നിമിഷം തന്നെ വർഗവഞ്ചകരാകുന്നു. അവർ പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാൾ ചെയ്ത സേവനം ചവറ്റുകുട്ടയിൽ പോകുന്നു. അതൊക്കെ ശരിയാണ്. അല്ല, താൻ പ്രവർത്തിച്ച പാർട്ടിയെ ഉപേക്ഷിച്ച് ഈ പാർട്ടിയാണല്ലോ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോൾ തൊഴിലാളികളെ ദ്രോഹിക്കാനുള്ള ലേബർ കോഡ് അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അപ്പം ഈ മുൻകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെല്ലാം UDF-ലേക്ക് പോയപ്പോൾ അവർ ഓർക്കണം, തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ സിദ്ധരാമയ്യ കോൺഗ്രസ് പാർട്ടി ലേബർ കോഡ് നടപ്പാക്കാൻ നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ ഉപേക്ഷിച്ച് അതിനെ വഞ്ചിച്ച് പോകുകയാണെന്നുള്ളതിന് വല്ല വ്യത്യസ്തതയുണ്ടോ അതിനകത്ത്? ഈ പാർട്ടി എന്ന് പറയുന്ന അതാത് കാലങ്ങളിൽ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കളല്ലേ, അവരുടെ വീക്ഷണവുമല്ലേ? അല്ല, അതിനപ്പുറമുള്ള CPIM-ൻ്റെ പാർട്ടി രേഖകൾ തയ്യാറാക്കുന്നത് പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടാണ്. പാർട്ടിയിലെ ഏതംഗത്തിനും പാർട്ടിയുടെ അടിസ്ഥാന രേഖകളെ സംബന്ധിച്ച് അത് കരട് രേഖയായി പാർട്ടിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്, 2 മാസമുണ്ട്. അപ്പം ബ്രാഞ്ച് അംഗങ്ങൾ വരെ അയച്ചിരുന്ന ഭേദഗതികളിൽ നിന്നും സ്വീകാര്യമായവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ രാഷ്ട്രീയ രേഖകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ അംഗങ്ങളുടേതുമാണ്. മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. കോൺഗ്രസ്സോ ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡ് ഏതാണെന്ന് ആർക്കും പറഞ്ഞുകൂടാ. സോണിയാഗാന്ധി നയിക്കുന്നവരുടെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടി ഈ പ്രോസസ്സിലൂടെയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നതെങ്കിലും കാലാകാലങ്ങളിൽ പാർട്ടി നയിക്കുന്നവർ തന്നെയാണ് പാർട്ടി. പാർട്ടി എന്ന് പറയുന്നത് സാധാരണ അംഗങ്ങൾ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ഉള്ളതാണ്. പാർട്ടി കോൺഗ്രസ്സുകൾക്കിടയ്ക്ക് കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടിയുടെ അത്യുന്നതമായ സമിതി. ഇതെല്ലാം പാർട്ടി ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്.